അച്ഛനും അമ്മയും ജർമ്മനിയിലേക്ക് വരുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ തന്നെ അവരെയും കൂട്ടി എവിടെയൊക്കെ പോകണം എന്ന ചിന്തയിലായിരുന്നു ഞങ്ങൾ. നമ്മുടെ ഈ സമ്മർ റോഡ് ട്രിപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ ആലോചിച്ചു. പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് കുറച്ച് വ്യത്യസ്തമായിരുന്നു. വെന്നീസ് നമ്മുടെ യാത്രയിലെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ അതിനുശേഷം എവിടേക്ക് പോകണം എന്നാലോചിച്ചപ്പോൾ തിരക്ക് കുറവുള്ള പ്രകൃതിയുടെ ഭംഗി നിറഞ്ഞ അച്ഛനും അമ്മയും കണ്ടിട്ട് വാവ് എന്ന് പറയുന്ന ഒരു സ്ഥലം. മലകളും തടാകങ്ങളും പച്ചപ്പും നിറഞ്ഞ ഡോളോമൈറ്റ്സ് ഞങ്ങളെ വിളിക്കുന്ന പോലെ തോന്നി. സത്യത്തിൽ അത് ഞങ്ങളെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്നായിരുന്നു. കാരണം അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ മാത്രമല്ല, അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകളിലും ആ അത്ഭുതം കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സമ്മർ റോഡ് ട്രിപ്പിൻ്റെ 3-ാം ദിവസം ഒരു സ്വപ്നം പോലെ തോന്നിയ ഡോളോമൈറ്റ്സിലേക്ക് ഇനി തുടങ്ങുകയാണ് ഞങ്ങളുടെ യാത്രയുടെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായം, ഡോളോമൈറ്റ്സ്. നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഡോളോമൈറ്റ്സ് ആയിരുന്നു. ഡോളോമൈറ്റ്സിലേക്ക് പോണ വഴി ഒരു സ്പോട്ട് കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാ. വണ്ടി ഇത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും വെയിലൊക്കെ മങ്ങി, നല്ല ക്ലൈമറ്റ്, നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ്. നമ്മള് മൂന്നാർ, അത് തന്നെ, മൂന്നാറൊക്കെ നിക്കണ പോലത്തെ ഒരു ക്ലൈമറ്റ്. അത് തന്നെ. അപ്പൊ അത് കാരണം ഞങ്ങൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ ഇറങ്ങിയതാ. ഇപ്പൊ കാണാൻ പോകുന്നത് ജിയാവോ പാസ്. അതൊരു പാസ്സാണ്. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു 360 വ്യൂ പോലെ നമുക്ക് എല്ലാം കാണാൻ പറ്റും. അപ്പൊ നമ്മള് അങ്ങോട്ടേക്കാണ് പോവാൻ പോണത്. ആ മേളിൽ കാണുന്ന മലയല്ലേ, അതാണെന്ന് തോന്നണു. നമുക്ക് അടുത്ത് കാണാൻ പറ്റണമെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലും തോറും. ഉറപ്പില്ല, പോയി നോക്കുമ്പോൾ അറിയാം. ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ നേരത്തെ തന്നെ ഒരു ഫോർഡിൻ്റെ ഒരു 9 സീറ്റർ വാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് കിട്ടി. ബെൻസിൻ്റെ ഓട്ടോമാറ്റിക് 9 സീറ്റർ വാനിലേക്ക് ഒരു ഫ്രീ അപ്ഗ്രേഡ്. പാസോ ജിയാവിലേക്ക് പോകുന്ന വഴി ഒരുപാട് ഹെയർ പിൻസ് ഉണ്ട്. എൻ്റെ ഓർമ്മയിൽ ഒരു 36 എണ്ണം ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഓരോ ഹെയർ പിന്നും കടന്ന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് മാധു ഒന്ന് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി കുറച്ചു നേരം പിള്ളേരെ പുറത്തിറക്കി കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ ആ വഴിയുടെ ഒരു ഭംഗിയൊക്കെ നോക്കി അങ്ങനെ നിന്നു. കാര്യം പിള്ളേർക്ക് വൊമിറ്റിംഗ് വന്നപ്പോൾ നിർത്തിയതാണെങ്കിലും അതൊരു സൂപ്പർ സ്പോട്ടായിരുന്നു. കാരണം അവിടെ നിന്ന് നോക്കിയ എന്താ പറയുക, അടിപൊളി വ്യൂ ആണ്. ചുറ്റും നോക്കിയ വലിയ വലിയ മലകൾ, താഴെ നോക്കിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാലി, അതിനിടയിലൂടെ വളഞ്ഞു പോകുന്ന ഈ റോഡ്. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് സൈക്ലിസ്റ്റുകൾ സൈക്കിളും കൊണ്ട് ആ വഴി പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സൂപ്പർ കാർസ്, സൂപ്പർ ബൈക്സ് ഒക്കെ നല്ല സ്പീഡിൽ പോകുന്നു. അതൊരു വൻ കാഴ്ചയായിരുന്നു കേട്ടോ. താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കയറിപ്പോകുന്ന റോഡുകൾ നല്ല വ്യക്തമായിട്ട് കാണാം. അങ്ങനെ പിള്ളേര് ഫുഡൊക്കെ കഴിച്ചോടെ വീണ്ടും ചാർജായി. പിന്നെ ടൈം കളയണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് ഓടിച്ചു തുടങ്ങി. മുകളിലേക്ക് എത്താറായപ്പോൾ തന്നെ റോഡിൻ്റെ 2 സൈഡിലും ഒരുപാട് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടുമോ എന്ന് നോക്കി ഞങ്ങൾ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് ദൂരം കൂടി പോയപ്പോൾ അവസാനം ഒരു പാർക്കിംഗ് സ്പേസ് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ കാറിൽ നിന്ന് പുറത്തിറങ്ങി നടന്ന് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ റെഡ് ഫെറാറി കാറുകൾ ഒരു 5 എണ്ണം നിരത്തി പിടിച്ചു പോകുന്നു. ആ മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണാൻ നല്ലൊരു കാഴ്ചയായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ ഫോട്ടോസ് ഉണ്ട്, അത് ഞാനിവിടെ കൊടുത്തേക്കാം. വണ്ടി പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലായത്, ഇത്രയും ദൂരം വന്ന നമ്മൾ കാണുന്ന ആ കാഴ്ച അതെന്താണ് എന്ന്. അവിടെ നിന്ന് ചുറ്റും നോക്കിയാൽ 360 ഡിഗ്രിയിലും മലകൾ മാത്രം. ഒരു സൈഡിലേക്ക് നോക്കിയാലും മൗണ്ടെയ്ൻസ്, തിരിഞ്ഞു നോക്കിയാലും മൗണ്ടെയ്ൻസ്, പിന്നിലേക്ക് നോക്കിയാലും മൗണ്ടെയ്ൻസ്. ഇതിൻ്റെ നടുക്ക് നല്ല പച്ച നിറത്തിലുള്ള താഴ്വാരം. പാസോ ജിയാവോയിലെ ഈ 360 ഡിഗ്രി വ്യൂ തന്നെയായിരുന്നു ഞങ്ങളുടെ ട്രിപ്പിലെ ഏറ്റവും സ്പെഷ്യലായ മൊമെൻറ്റ്സിൽ ഒന്ന്.
നമ്മളങ്ങനെ പാസിലെത്തി. ചിയാവോ പാസ്. കുറച്ച് ആൾക്കാർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നേരാണ് അത്, നേരാണ് പടക്കപ്പാടി പോയിട്ടുണ്ട്. ഇവിടെ സൈഡില് പശു, ബാക്കില് കുതിര എല്ലാം ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ആൽപ്സ് നമുക്ക് മഞ്ഞൊന്നും ഇല്ലാണ്ട് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ചുറ്റും. ഇതങ്ങനെ എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടോന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല അല്ലേ? അതെ, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അധികം ആരുടെയും വീഡിയോയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ പാസ് കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞ വഴി മുഴുവനും കാറുകൾ പാർക്ക് ചെയ്ത് വന്നേക്കണം. നമ്മുടെ ആൽപ്സ് മലകള് ചുറ്റും ഇങ്ങനെ കാണാൻ പറ്റും. നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടല്ലോ, അടിപൊളി ക്ലൈമറ്റ് ആണ്. ഒരു മഴക്കാറും കാറ്റും തണുപ്പും. അയ്യോ, എനിക്കത് എങ്ങനെ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയണം. പക്ഷെ എന്റെ ദൈവമേ, തണുപ്പാ. നമ്മൾ എത്രയോ ഹൈറ്റിലാണ് വന്ന് നിൽക്കുന്നത്. തണുപ്പ്. കുഞ്ചു പറയാ ഇനി നമുക്ക് ഇവിടുന്ന് പോണ്ടാന്ന്. അതെ, ഒരു മണി അടിക്കുന്ന പോലത്തെ ഒച്ച കേൾക്കണ്ട. അതേ അവിടെ പശുക്കളെ മേയാൻ വിട്ടിട്ടുണ്ട്. അപ്പൊ അതുങ്ങളുടെ കഴുത്തിൽ കെട്ടിക്കണ മണിയുടെ ഒച്ചയാണ് ഈ കേൾക്കണത്. ഈ വലിയ മലകളുടെ ഇടയില് അതിൻ്റെ ആ ഒരു പച്ചപ്പില് ഒരുപാട് പശുക്കളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ആ കാറ്റൊക്കെ കൊണ്ട് അവിടുത്തെ ആ വ്യൂ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മണിയുടെ സൗണ്ട് ഭയങ്കര സൂതിങ് ആണ്. എനിക്ക് പണ്ട് ലഡാക്ക് വീഡിയോസ് കാണുമ്പോൾ അവിടുത്തെ ഓരോ പാസുകൾ ആൾക്കാർ വണ്ടി ഓടിച്ചു പോകുന്ന വീഡിയോസ് കാണുമ്പോൾ മനസ്സിൽ തോന്നാറുണ്ട്, നമുക്കൊക്കെ ഈ പിള്ളേരെ കൊണ്ട് എങ്ങനെ പോകാൻ പറ്റും അവിടെയൊക്കെ. പക്ഷെ ഇവിടേക്ക് വന്നപ്പോൾ ആ കയറി വന്ന വഴി മുഴുവനും ഞാൻ അന്ന് പോകണമെന്ന് മനസ്സിൽ വിചാരിച്ച പോലത്തെ വഴികളായിരുന്നു. അത് കാരണം എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു സ്ഥലം ഞാൻ മനസ്സിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ വെന്നീസിന്ന് 2.5 മണിക്കൂറോളം ഉണ്ട് ഇങ്ങോട്ടേക്ക്, അത്രേ ഉള്ളൂ. എന്നിട്ട് പോലും ക്ലൈമറ്റിന്റെ ഒരു വ്യത്യാസം പറയുകയാണെങ്കിൽ അവിടെ ഇപ്പൊ നല്ല ചൂടാ. ഒരു ഫീൽസ് ലൈക്ക് 40 ആണ് അവിടെ. പക്ഷെ അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ മാറി ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ക്ലൈമറ്റ് ടോട്ടലി ഡിഫറെന്റ് ആണ്. നല്ല തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സുഖമുള്ള ക്ലൈമറ്റ്. ഇപ്പൊ മേളില് മഴക്കാറായിട്ടുണ്ട്, വെയിലൊന്നും മങ്ങി, എല്ലാം കൊണ്ടും ഒരു അന്തരീക്ഷം തന്നെ ഭയങ്കരമായ വ്യത്യാസമാണ്. എനിക്ക് അറിഞ്ഞൂടെ ഇതെങ്ങനെ ഇതിന്റെ ഒരു സുഖവും ഒരു സന്തോഷവും ഒക്കെ പറഞ്ഞറിയിക്കണത്. നമ്മളിവിടെ നിന്ന് പോവാൻ തോന്നണില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. പറയുകയാണെങ്കിൽ പോവാനേ തോന്നണില്ല. എനിക്കിവിടെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, അങ്ങനെ ഒരു ഫീലാ നമുക്ക്. ഭയങ്കരം. ലോകത്ത് ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചകൾ ഉണ്ടെന്നുള്ളതേ അത്ഭുതപ്പെടുത്തുന്നു സത്യം പറഞ്ഞ. വന്നപ്പോ മുതല് ഇവിടെ പശുവിനെ കാണണം പറഞ്ഞ് കുഞ്ചു ബഹളമായിരുന്നു. ഇപ്പൊ അതെ അച്ഛമ്മ കൊണ്ടുപോയേക്കാണ് കാണിക്കാനായിട്ട്. അങ്ങനെ അവിടെ ടൈം ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പതുക്കെ ചുരം ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങുന്ന വഴിയും നല്ല പച്ചപ്പ് നിറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വഴികളാണ്. നേരെ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന എയർബിഎൻബി ആണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. പക്ഷെ വിശപ്പിന്റെ വിളി കാരണം ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. ബർഗറായിരുന്നു. പക്ഷെ ആർക്കും തന്നെ അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. മെഗ്ഡി ബർഗർ എല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് അവിടുത്തെ ഒതൻറ്റിക് സ്റ്റൈലാണെന്ന്. അതെനിക്കത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ കഫേ ഇരുന്ന ലൊക്കേഷൻ അത് കിടിലമായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന എയർബിഎൻബിയിലാണ്. ഇതൊരു വീടാണ് കേട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ കാണാനും. വീടാണെങ്കിലും ഉള്ളിലും എല്ലാം അടിപൊളി. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റേണ്ട ഒരു മരം ആപ്പിൾ മരമാ. ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണത്. അവിടെ ആ മരത്തിന്റെ അടിയിൽ ഒരു മാൻ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി, മല കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിച്ചത്. അപ്പോഴാണ് പെട്ടെന്ന് മരത്തിന്റെ ഇടയിൽ ഒരു സാധനം അനങ്ങണ കണ്ടത്. ഇവിടെ ഇട്ട് ദേ കണ്ട പൂച്ചയാണോ? കുറുക്കനാണത്. ഞാൻ ആദ്യം നിന്നില്ലേ, ദേ ആ മരത്തിന്റെ ഇടയിൽ ഒരു ലൈറ്റ് ബ്രൗൺ കിടന്ന് അനങ്ങണുണ്ടോ? കൊറേ ബ്രാഞ്ചസ് ഉള്ളതുണ്ട്. അതിന്റെ പുറകില് കണ്ട
മാന് അച്ചോ ദേ കണ്ട ആ മരത്തിന്റെ ചോട്ടില് മാതൊക്കെ ഉണ്ടാ ഒന്ന് വിളിക്കൂ മാനേ അസാധ്യ വ്യൂ ആണ് ട്ടോ ഇവിടുത്തെ ബാൽക്കണിന്ന്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. മാനെ താരി തൈര് തൈര്. ഇതിപ്പോ നമ്മൾ താമസിക്കുന്ന ഈ എയർബിഎൻബിയിലെ ബാൽക്കണിന്നുള്ള വ്യൂ ആണ് ആ കാണുന്ന മല. അത് നമ്മൾ നേരത്തെ പോയ ജിയാവോ പാസ് ഇല്ലേ, അതിന്റെ വേറൊരു ആംഗിളിൽ നിന്ന് കാണുന്ന സൈഡാണിത്. നമ്മൾക്ക് അറിഞ്ഞൂടായിരുന്നു. ചാറ്റ് ജിപിടിയോട് നമുക്കൊരു ഡൗട്ട് വന്നിട്ട് ചോദിച്ചു നോക്കിയപ്പോ ഇത് അത് തന്നെയാണെന്നാണ് പറഞ്ഞത്. രാവിലെ എണീറ്റ് ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമായിരിക്കും. ഇവിടെ നിന്ന് വെറുതെ ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ദേ അവിടെ നിന്ന് മരത്തിന്റെ ഇടയിൽ നിന്ന് ഒരാളിങ്ങനെ നടന്നു നോക്കിയപ്പോ ഒരു മാൻ, അതിന്റെ പുറകെ ഒരു കുറുക്കനും ഉണ്ടായിരുന്നു. അത് തന്നെ പിള്ളേർക്ക് നല്ല ഭയങ്കര സന്തോഷായി. മാധു വിളിക്കണ മാനെ വരൂ വരൂ ഈ മാധു തൈര് കഴിക്കണു. കണ്ടാ മാന് കണ്ടു. പിന്നെ ഇതെന്താ മര? നല്ല രസമല്ലേ ആപ്പിൾ മരത്തില് ഊഞ്ഞാലൊക്കെ തൂങ്ങിടക്കണ കാണാനായിട്ട്. അച്ചോടാ പൊന്നൂഞ്ഞാല്. നമ്മള് ഇത്രയും നാള് ട്രാവൽ ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു വ്യൂവിൽ അതും തൊട്ടടുത്ത് ഇങ്ങനെ വന്ന് താമസിച്ചിട്ടുള്ള. ഓസ്ട്രേലിയയിലൊക്കെ പോയപ്പോ കിട്ടിയിട്ടുണ്ട് ബാൽക്കണിന്ന് കാണുമ്പോഴൊക്കെ നല്ല രസമൊക്കെയാണ്. പക്ഷെ ഇതൊരു എൻഡ് പോലെ, ഒരു വഴിയുടെ ഒരു എൻഡിലായിട്ടാണ് ഈ വീട് വന്ന് നിൽക്കുന്നത്. ആ വഴിയുടെ ബാക്കിലേക്ക് മുഴുവൻ ഇതുപോലെ കാടാ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഡയറക്റ്റ് വ്യൂ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കിട്ടണത്. പിന്നെ ഈ താഴെയാണെങ്കിലും ഇങ്ങനെ പുൽപ്പരപ്പ് അതിങ്ങനെ ഒന്നും ഒരു അടച്ചുമൂടി വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല, ഒക്കെ തുറന്ന് കിടക്കാണ്. അപ്പൊ അതൊക്കെ നമുക്ക് തൊട്ട് വീടുകളുണ്ടെങ്കിലും സെപ്പറേഷൻ ഒന്നും ഇല്ല. പിള്ളേരെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കളിക്കാൻ വിടാം. തന്നെ ഇപ്പൊ നമ്മള് ഹൈവേ കൂടി വന്നപ്പോ കണ്ട വില്ലേജസ് എങ്ങനെയാണോ അത് തന്നെയാണ് ഉള്ളിലേക്കും ഉള്ളത്. ഇപ്പൊ വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളൊന്ന് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. കടയിൽ പോയപ്പോ സൂപ്പർ മാർക്കറ്റുകൾ നമ്മളിപ്പോ ജർമ്മനിയിലുള്ള പോലെ ആൽഡി ലിഡിൽ പോലെയൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റിലല്ല, എല്ലാം നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ കുഞ്ഞു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ ആകെ പറഞ്ഞാൽ ഞങ്ങൾ കണ്ടുള്ളൂ തൊട്ടടുത്ത്. അവിടെ പോയി ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടി. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്, ഇപ്പൊ ആൽഡിയിലും ലിഡിലൊക്കെ ഒരു ബേക്കറി സെക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുമല്ലോ, ഫ്രഷ് ആയിട്ട് ബേക്ക് ചെയ്ത് പോകാൻ ഐറ്റംസ്. അങ്ങനെ ഉണ്ടായിരുന്നേ ഇല്ലായിരുന്നു എൻ്റെ അകത്ത്. പാക്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോ ഇവിടെയുള്ളവരൊക്കെ അതൊക്കെ കുറച്ച് കുറവായിരിക്കും, ഹെൽത്തി ആയിട്ടായിരിക്കും. പിന്നെ ഞങ്ങൾ വരണ വഴിക്ക് ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ആൽപ്സിൻ്റെ മുകളിലേക്ക് പോയില്ലോ. അപ്പോൾ അത് ഒരുപാട് ഹൈറ്റിലാണ്. പക്ഷേ ഇപ്പം ഈ കപ്പിൾസാണ് കൂടുതൽ. അത് പ്രായമായവർ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവരുടെ ലൈഫ് എൻജോയ് ചെയ്ത് നമുക്ക് നല്ല പ്രായം തോന്നും. പക്ഷെ ആ സ്റ്റിക്കൊക്കെ കുത്തി അവർ കയറി പോണേന്നൊക്കെ നമ്മളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മളൊരു 5 മീറ്റർ കടങ്ങലൊരു അമ്പലത്തിൽ പോകണമെങ്കിൽ എന്നെ ഒന്ന് അവിടെ വരെ ആക്കാം. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര വ്യത്യാസം എനിക്ക് തോന്നി. നമുക്ക് അങ്ങനെ ആവണം എന്ന് തോന്നി. ഇപ്പൊ ഞാൻ നിൽക്കണ ബാൽക്കണിയിലാ. ഇനി നമുക്ക് വീടിന്റെ അകം ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് എൻട്രൻസ്. ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി വരുന്നു. 2 ബെഡ്റൂം ഉണ്ട്, ഇതൊരെണ്ണം. ഈ സൈഡിലൊരു വാഷ്റൂം ഉണ്ട്. എല്ലാം വളരെ നീറ്റാണ്, സാധനങ്ങളെല്ലാം. ലിവിംഗ് റൂമും ഡൈനിങ്ങും ഒരേ ഇതിലാ. അതുപോലെ അത് ഒരു സോഫ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ പുറയിലേക്ക് 2 ജനലുകൾ. ഇവിടെ നിന്നൊക്കെ എല്ലാം കാണാനൊക്കെ നല്ല രസമാണ്. അതുപോലെ എൻ്റെ പുറകേല കിച്ചൺ ഒരു കുഞ്ഞു കിച്ചണാണ്, പക്ഷെ എല്ലാം സൂപ്പറായിട്ട്. ഇപ്പൊ അടുക്കള ഇച്ചിരി മെസ്സായി കിടക്കാണ്. ഞങ്ങൾ വന്ന് വേഗം ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് കിടക്കുക. അതാണ് ഇങ്ങനെ ഇതായിട്ട് കിടക്കണം. എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതുണ്ടോ, ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് വച്ചിട്ടുണ്ട്. സകല സാധനങ്ങളും ഉണ്ട്. ഓവൻ ഉണ്ട്, ഡിഷ് വാഷർ ഉണ്ട്, വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാനുള്ള സകല സാധനങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാം ചേർന്ന് നല്ലൊരു അടിപൊളി സ്റ്റേ ആണ് നമുക്ക് ഇത്തവണ കിട്ടിയത്. കിച്ചൺ ഉണ്ടോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടേ ഇത് ബുക്ക് ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് സെൽഫായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. പിള്ളേരുള്ളതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കലൊക്കെ ഇച്ചിരി പണിയായിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ സകല സാധനങ്ങളായിട്ട് വരും. കുക്ക് ചെയ്യാനായിട്ടുള്ള അരി സംഭവങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരും. പാത്രം ഇവിടെ ഉണ്ടാവും. കുക്കർ മെയിനായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. നമ്മൾ വന്നിട്ട് അമ്മ അതേ കുക്ക് ചെയ്ത് സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്.
പിന്നെ ചോറുണ്ടാക്കി. ഇപ്പൊ കുഞ്ചിന് പൊട്ടറ്റോ ഫ്രൈ വേണമെന്ന് തോന്നുന്നു, അതുണ്ടാക്കി. അത് തീരാറായിട്ട് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറ്, പിന്നെ കുറച്ച് മോര് കാച്ചി. എത്രയാണ് നമ്മൾ ഉണ്ടാക്കിയ ഫുഡ്. ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം. ഈ ബണ്ണ് ബർഗറൊക്കെ കഴിച്ച് നമുക്ക് മതിയാവും. അതാണ് ഇത് കഴിക്കുമ്പോൾ. നാളെ നമ്മൾ കാലത്ത് നേരത്തെ പോകുമ്പോൾ ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ലേക്ക് ബ്രേസിലേക്കാണ് നമ്മൾ പോണത്. ഇവിടുന്ന് ഒരു 1.5 hours ഉണ്ടെന്ന് തോന്നുന്നു. 2 hours ഉണ്ട്. അപ്പോൾ നമ്മൾ അത് തന്നെ ഇച്ചിരി നേരത്തെ 9 മണിക്ക് മുമ്പാണ് നമുക്ക് അവിടെ പാർക്കിംഗ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഇന്നിപ്പോൾ കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ട്, ഫുഡിൻ്റെ കാര്യവും എല്ലാം. അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ഫ്രം ധന്യ. ഞങ്ങളിങ്ങനെ അരിഞ്ഞോണ്ട് നിൽക്കുന്നത് ഇവിടെ ഭയങ്കര കൂട്ടം മാനും. നമ്മൾ നേരത്തെ കണ്ട ഒരെണ്ണമല്ല, ഇപ്പൊ ഒരു 10-15 ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാരും ഇറങ്ങി ചെന്ന് നോക്കിയപ്പോ ഒരുപാട് മാൻ. ഞങ്ങൾ അങ്ങോട്ട് നോക്കൊണ്ടിരിക്കണ നേരത്തെ അച്ഛൻ പറഞ്ഞത് എന്തിനും ദൂരേക്ക് പറഞ്ഞത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ സൈസിലൊരു സാധനം. അപ്പൊ അത് വലിയൊരു മാൻ, കൊമ്പൊക്കെ ആയിട്ടൊരു മാൻ. അതൊക്കെ കണ്ട് തിരിച്ചു വന്ന് ഞങ്ങൾ ഇനിയിപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ നാളത്തേക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ടെന്ന്. കാലത്ത് തന്നെ ഫുഡ് ഞങ്ങൾ കൊണ്ടുപോവാ. നേരത്തെ 6:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം. അപ്പൊ അത് ഫുഡ് കയ്യിലെടുക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ. അപ്പൊ അത് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കിടക്കണമെങ്കിൽ അതിനുള്ള വട്ടം കൂട്ടലാണ്.